എന്തിനാ മീന ഇങ്ങനെ കരയുന്നേ? എല്ലാം നശിച്ചു. ഈശ്വര ധ്യാനങ്ങളും മന്ത്രങ്ങളും മാത്രം മുഴങ്ങിയിരുന്നു ഈ വീടിനെയാണല്ലോ ദൈവം ഇങ്ങനെ ശപിച്ചത്. എന്റെ ചേച്ചി പോയി. ഇപ്പൊ ആ ദുഷ്ടൻ എന്നെയും. അവൻ വീണ്ടും വന്നോ? മീന, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അയാൾ പ്രൊഫസർ വില്യം ഡിസൂസയല്ല, ഡ്രാക്കുളയാണ്, പിശാച്. എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. രാജു ഒന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇനി അയാള് വരും. അയാള് വന്ന് പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മനസ്സിൽ രാജുവിന്റെ മീനയാണെന്ന് ഓർമ്മയുണ്ടെങ്കിലും ആ കണ്ണുകളിൽ നോക്കുമ്പോ അയാൾക്ക് വഴങ്ങാൻ എന്തോ എന്നെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നു. എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല. എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോ രാജു. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും. പേടിക്കണ്ട, ഇനി അവന്റെ ശല്യം ഉണ്ടാകില്ല. ഞങ്ങൾ അവൻ ഇല്ലാതാക്കിയിട്ട് അടങ്ങും. പൂജാമുറിയിലെ സുദർശന ചക്രം നിന്റെ മുറി വെക്കാൻ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഈ മുറി വരില്ല. ഞാൻ പോയത് എടുത്തിട്ട് വരാം. രാജു, ഒരു നിമിഷം പോലും എന്നെ തനിച്ചാക്കി പോകരുത്. അയാൾ ഇനിയും വരും. എനിക്ക് പേടിയാവുന്നു. വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ എന്റെ രാജുവിനെ മറക്കും. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. കരയാതെ മീന, ഇനി ഒരിക്കലും നിന്നെ മുറി കയറാൻ അയാൾക്ക് പറ്റില്ല. അതിനുള്ള പ്രതിവിധിയല്ലേ അമ്മാവൻ പറഞ്ഞത്. കരുതിയല്ലേ? ഇല്ല, എന്റെ രാജാവ് വരുമെന്ന് എനിക്കറിയാം. I will manage these devils. രാജു, രാജു, നീ ഇത് വേറെ ആ കുട്ടിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്ക്. ഗോ. കുടിക്കൂ. ഇത് കുടിച്ച് നീ എന്റെ രക്തവും മാംസവുമായി മാറും. മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് നമുക്ക് ഉയർന്നു പറക്കാം. കുടിക്കൂ.
എന്തിനൊക്കെ കൊണ്ട് ഇവിടെ വന്നു? കടന്ന് പോ പുറത്ത്. മീന, നിനക്ക് എന്ത് പറ്റി? ആരാണ് നീ? എന്റെ രാജാവ് ഇവിടുത്തെ പോകാൻ കാരണം നീയാണ്. നിന്നെ ഞാൻ കൊല്ലും. ഏയ്, മീന, നീ എന്തായി കാണിക്കുന്നത്? വേണ്ട മീന. ഡോക്ടർ! മീന, നിർത്താനാ പറഞ്ഞത്. ഇനി അവന് വെറുതെ വിടാൻ പറ്റില്ല. മീന, മീന, മീന! ഇനി നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മീന മീന! തിരുമേനി, എന്താ ഇത്? എനിക്ക് പോണം. മുന്നിൽ മാറ്. എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം പോയാ മതി. പോണം. മോളെ, മാറ്. മോളെ, മാറാനല്ലേ പറഞ്ഞത്? നീ എന്നെ ചതിച്ചല്ലോ ഭഗവതി. മോളെ, പോണം. മോളെ. പോണം. മാറ്. എന്റെ പൊന്നു മോളെ. ഈ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും അവന്റെ അധീനതയിലായി കഴിഞ്ഞു. മണിക്കൂറുകൾക്കകം നമ്മുടെ മീനയും ഒരു വാമ്പയറായി മാറും. അല്ലെങ്കിൽ അതിനു മുമ്പ് ഡ്രാക്കുളയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയണം. അവനെ നശിപ്പിച്ചാൽ എനിക്ക് എന്റെ മീനെ തിരിച്ചു കിട്ടുമോ ഡോക്ടർ? കിട്ടും. പക്ഷെ അതിന് അവൻ അങ്ങോട്ടാണ് രക്ഷപ്പെട്ടെന്ന് പറയാൻ ഡോക്ടർക്ക് കഴിയുമോ? എനിക്കറിയില്ല. പക്ഷേ ഡ്രാക്കുളയ്ക്ക് പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്താൽ അവൻ പോയ റൂട്ട് ഏതാണെന്ന് അറിയാൻ കഴിയും. അതിന് ഞാൻ ശ്രമിക്കാം. രാജു, എന്റെ ജീവൻ പോലും പണയപ്പെടുത്തി എന്റെ മീനെ രക്ഷിക്കുമെന്ന് നീ എനിക്ക് വാക്ക് തരുവോ? എന്നാൽ അവനത് എന്ത് ഞാൻ ചെയ്യും എന്റെ മീനെ രക്ഷിക്കാൻ.